അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ P4 ടിപ്സിൻ്റെ ചാനലിലും കോപ്പിറൈറ്റ് വാണിംഗ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങളും കൂടെ അത് മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം എനിക്കും കിട്ടി, നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കട്ടെ. വേറെ ഒന്നുമല്ല, നമ്മൾ യൂട്യൂബ് കുറേ വയലേഷൻ പോളിസിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരപ്പം നമുക്ക് എനിക്കിത് ഫസ്റ്റ് ടൈം കാരണം ഒരു വാണിംഗ് ആയിട്ട് ഇതുപോലെ തന്നെ വാണിംഗ് ആയിട്ട് തന്നു. ഇനി അടുത്തതായിട്ട് കിട്ടുകയാണെങ്കിൽ അത് സ്ട്രൈക്കായിട്ട് തരും. അതുപോലെ തന്നെ 3 സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനൽ പെർമനൻ്റ്ലി അവന്മാർ തട്ടിക്കളയും. അപ്പോൾ മാക്സിമം എല്ലാവരും 2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരെണ്ണം മാറുന്നത് വരെ മാക്സിമം വീഡിയോസ് കണ്ടിരിക്കാം. അപ്പം എനിക്ക് ഇതെന്തുകൊണ്ടാണ് ഈ വാണിംഗ് ആയിട്ട് ഇപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ PC ഗെയിംസ് കളിക്കാൻ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഗെയിംസ് കളിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രീ ആയിട്ടുള്ള ലാപ്സ്, ഒരു വെബ്സൈറ്റ്, ഗെയിംസ് PC ഗെയിംസ് ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു വെബ്സൈറ്റ് അത് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്താണ്. ഇതിൽ ഏത് ഗെയിം കളിച്ചാലും കിട്ടും. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനും ചിലപ്പോൾ കിട്ടാം. അപ്പോൾ അതൊന്നും പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് വെബ്സൈറ്റുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി യൂട്യൂബിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേമാതിരി വാണിങ്ങോ അല്ലെങ്കിൽ പെർമനൻ്റ്ലി ചിലപ്പോൾ നമ്മുടെ ചാനലിൽ തട്ടിക്കളയും, ചിലപ്പോൾ സ്ട്രൈക്ക് ആയിട്ട് വരും. എനിക്കിതിപ്പോൾ ഫസ്റ്റ് ടൈം ആയത് കാരണമാണ് അവരിപ്പോൾ സ്ട്രൈക്കായിട്ട് അല്ല വാണിംഗ് ആയിട്ട് തന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാണ്ടിരിക്കുക. ചേട്ടൻ തന്നെ നമ്മുടെ ചാനലിൽ ഇതേമാതിരി വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീച്ച് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും, അവർ ഡൗൺ ആക്കി കളയും. അതുപോലെ തന്നെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. മാക്സിമം ഇതൊന്നും കോപ്പിറൈറ്റ് നമുക്ക് കുഴപ്പമില്ല, കോപ്പിറൈറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. സ്ട്രൈക്ക് മാക്സിമം കിട്ടാണ്ടിരിക്കുക. സ്ട്രൈക്കും അവരെ പോളിസി എതിരായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ മാതിരി ഇതേമാതിരി പണി വരും. അപ്പോൾ എല്ലാവരും ഇതൊന്നും കിട്ടാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇത് ക്ലെയിം കൊടുത്തിട്ട് നമ്മൾ ട്രെയിനിങ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ട്രെയിനിങ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമുക്ക് ഇതേമാതിരി ഗൂഗിളിൽ തപ്പിക്കാനൊക്കെ കിട്ടും. അതാരും പേടിക്കേണ്ട. പിന്നെ അത് തെറ്റിയാലും നമുക്ക് റിപ്പീറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കാം, അതൊന്നും വിഷയമില്ല. ശ്രദ്ധിക്കുക. ഇതേമാതിരത്തെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഇതേമാതിരി പണി കിട്ടും, സൂക്ഷിക്കുക.